ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശ്രീതോഷ് സംഖ്യ. ഒരു ഫിൻലാൻഡിലത്തെ സംഭവങ്ങളെ കുറിച്ച്, ഇവിടുത്തെ ലൈഫുകളെ കുറിച്ചൊന്ന് എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എല്ലാവരും, ഞാൻ വരെ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർ വന്നു കഴിഞ്ഞാൽ അല്ലാതെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ കുറേ വരുന്നുണ്ട്. അവർക്കൊക്കെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വിവരിക്കാൻ പോകണം. ശ്രദ്ധിച്ച് കേൾക്കണം. അത് വരാനിരിക്കുന്നവർക്കും ഫിൻലാൻഡിലെ ഫിൻലാൻഡ് സ്വപ്നം കണ്ട് ഉറങ്ങുന്ന ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് കാര്യം, ഇവിടെ ഭയങ്കര ടാക്സാണ്. നമ്മൾ പൈസ, നമ്മുടെ 2 ലക്ഷം അല്ലെങ്കിൽ ഒരു 4 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പകുതി പൈസ നമ്മുടെ കയ്യിൽ വരുള്ളൂ. പകുതി പൈസ ഇവിടെ ചിലവാകും. അത് ഫസ്റ്റ് കാര്യം. ഞാൻ വളരെ ഷോർട്ടാക്കി പറയാം. അത് ടാക്സും ബാക്കിയുള്ള ഹൗസ് ഇൻഷുറൻസും ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഓക്കെ, ഞാൻ കുറേ വിവരിക്കുന്നില്ല, കാരണം നിങ്ങൾ ലോങ് വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടാവില്ല. അത് കാരണം കുറേ വിവരിച്ച് പറയുന്നില്ല. പിന്നെ സെക്കൻഡ് തിങ് ആണ് നോയ്സ്. ഒരു വീടിനുള്ളിൽ, നിങ്ങൾ വീടാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പാർട്ട്മെന്റിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് വരും. കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് വരും. കാരണം തൊട്ടപ്പുറത്തെ ആളുകൾ, അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ആളുകൾ, താഴ്ന്ന ആളുകൾ എല്ലാവരും ലാൻഡ് ഓവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും. കുട്ടികളാണ് സംസാരിക്കുന്നത്, അവർക്ക് പ്രശ്നമല്ല. അവർ അതൊന്നല്ല നോക്കുന്നത്. സൗണ്ട് നോയ്സ് വരുന്നവർക്ക് ഇഷ്ടമല്ല. നോയ്സ് 10 മണിക്ക് ശേഷം ഇവിടെ എല്ലാവരും നോയ്സ് പാടില്ല. രാത്രി 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സൈലന്റ് ആയിരിക്കണം. രാത്രി 10 മണി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, സൗണ്ടുകൾ, അനാവശ്യ സൗണ്ടുകൾ ഉണ്ടായി, വീട്ടിൽ നോർമലായിട്ട് സംസാരിക്കുന്നത് ഒരു പ്രശ്നമല്ല. ഇവിടെ രാത്രിയും നേരം വൈകിട്ടൊക്കെ ജോലിക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നേരം തെറ്റി ഇങ്ങനെ സൗണ്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, 10 മണിക്ക് ശേഷം സൗണ്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസായിരിക്കും വരും ഇവിടെ. പോലീസൊന്നും നിങ്ങളെ വില നോക്കിയൊന്നുമില്ല, പക്ഷെ പോലീസാണ് പിന്നെ ചോദ്യം ചെയ്യാൻ വരിക. അത് ഒഴിവാക്കുക. അത് ഫിൻലാൻഡ് റൂൾസിൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് മാറേണ്ടി വരും. അങ്ങനെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അതിനൊരു ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ ഇപ്പോൾ 5ാമത്തെ അപ്പാർട്ട്മെന്റാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ പ്രോബ്ലം ആയിട്ടല്ല. ഫാമിലി വന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യണത് ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് മാറുന്നത് ആദ്യമായിട്ടാണ് അവിടെ. അപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ അപ്പാർട്ട്മെന്റ് കിട്ടാനും അതുപോലെ കംപ്ലീറ്റ് ലൈനിലാണ് ഒക്കെ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നെക്സ്റ്റ് നെഗറ്റീവ് തിങ്, സ്നോ ഉള്ള സമയത്ത് വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിച്ച് കുറേ പേരുടെ വണ്ടികൾ ലോസ് ആയിട്ടുണ്ട്, ഫുൾ ലോസ് ആയിട്ടുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര സീരിയസ് ആയിട്ട് തോന്നില്ല. ഞാൻ പല സ്ഥലത്ത് വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഓടിക്കാതിരിക്കുക. കാരണം സ്നോ ഇറ്റ്സ് നോട്ട് ഈസി ടു ഡ്രൈവ്. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്രേക്ക് ചവിട്ടുമ്പോഴായാലും ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ആ ലോക്കിംഗ് സിസ്റ്റം നിങ്ങൾ പോയിട്ട് ബാക്കിലും പോയിട്ട് വണ്ടി ഇടിക്കും ചില സമയങ്ങളിൽ. എപ്പോഴും കീപ്പ് ഡിസ്റ്റൻസ് ചെയ്യുക. അതേപോലെ റൗണ്ട് അബൌട്ട് തിരിക്കുമ്പോഴായാലും വളരെ പതുക്കെ തിരിക്കുക. അല്ലെങ്കിൽ റൗണ്ട് അബൌട്ടിൽ വലിയ പ്രോബ്ലം ഉണ്ട്. അതായത് ഈ മഞ്ഞ് തണുപ്പ് ഇങ്ങനെ കുറച്ച് പ്ലസ്സായി നിൽക്കുന്ന സമയത്താണ് ഈ പ്രോബ്ലം വരുന്നത്. അപ്പോൾ മഞ്ഞ് സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കിടക്കുമ്പോഴായാലും ശ്രദ്ധിക്കുക. ഓവർടേക്ക് ചെയ്യുമ്പോൾ വളരെ ഡേഞ്ചറാണ്. കാരണം നടുക്കിൽ മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ടാവും. നടുക്ക് റോഡിന് നടുക്കിൽ അപ്പുറത്തും 2 ടയർ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഓപ്പോസിറ്റ് വണ്ടികൾ 2 ടയറും 4 ടയറിൻ്റെയും പാടിൻ്റെ നടുക്കിലൂടെയാണ് നമ്മൾ പോണത്. പക്ഷെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ മഞ്ഞ് കവർ ചെയ്തിട്ടാണ് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് സ്ലിപ്പാകാൻ വളരെ സാധ്യത കൂടുതലാണ്. സ്ലിപ്പായി പോയി നിങ്ങൾ താഴ്ത്തിക്കാൻ പോകുന്നത്, അപ്പോൾ വണ്ടി മറിയും. ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അതിലടച്ചിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഇത് സൗണ്ട് അപ്പുറത്ത് തീരെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. സ്റ്റുഡൻസ് വിസയിൽ വരുന്ന ആളുകൾ വർക്കിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ IT ഫീൽഡ്, അങ്ങനെയുള്ള ഫീൽഡിനൊക്കെ നല്ല വേക്കൻസി ഉണ്ട്. അത് IT ഫീൽഡ്, ഡെവലപ്പേഴ്സ്,
നല്ല ഹൈ പൊസിഷനിൽ അല്ല മാനേജ്മെൻറ്റ് അങ്ങനെ മാനേജർ അങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് നല്ല കുറേ ആളുകൾ ബോംബെയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഡയറക്റ്റ്. അതെനിക്കറിയില്ല എങ്ങനെയാണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ ചോദിക്കാൻ വന്നിട്ടില്ല. അവരവരുടെ കമ്പനി തന്നെയാണ് ഇങ്ങോട്ട് മൂവി ചെയ്യിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. അത് അങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നല്ല അത്യാവശ്യം ജോലികളുണ്ട് ഇവിടെ, ജോബുണ്ട്. അതുപോലെ മെറ്റൽ ഇൻഡസ്ട്രി അതിന് ജോബുണ്ട്. അവിടെ കെയർ ടേക്കിംഗ് സെക്ഷൻ അതിന് ജോബുണ്ട്. പക്ഷേ ഈ മെറ്റൽ ഇൻഡസ്ട്രിക്ക് നിങ്ങൾക്ക് ലാംഗ്വേജ് വേണ്ട. ബാക്കിയുള്ള സെക്ഷനുകൾ എല്ലാത്തിനും ലാംഗ്വേജ് മസ്റ്റാണ്. അതുപോലെ IT ഫീൽഡിനും അധികം ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല, അവിടെ ഇംഗ്ലീഷ് സംസാരിക്കും. ബാക്കിയുള്ള ജോലികൾക്ക് എല്ലാത്തിനും മസ്റ്റായിട്ട് ലാംഗ്വേജ് അറിയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടും, വളരെ റയറായിട്ട് മാത്രം. വില കിച്ചൺ സ്റ്റാഫ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതായത് മെക്ഡൊണാൾഡ്സ്, KFC, അതുപോലെ പ്രിസ്മ, അങ്ങനെ KCT മാർക്കറ്റ് അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ലാംഗ്വേജ് അറിയാണ്ട വിധത്തിലുള്ള സെക്ഷനുകളുണ്ട്. കിച്ചൺ സ്റ്റാഫ്, കിച്ചണായിട്ടുള്ള ജോബുകൾ ഇവിടെ ഇരിക്കണം, പറയട്ടെ, ഇവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ല, ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ശരിയല്ലേ? അച്ഛൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ കുറെ പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? ഞാൻ അങ്ങനെ അത് വന്നിട്ട് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് ജോലി കിട്ടാതെ ചിലർ മടങ്ങി പോയിട്ടുള്ള ആൾക്കാരുണ്ട്, മനസ്സിലായോ? അപ്പൊ അത്ര ഫിൻലാൻഡ് അത്ര ഈസി ഒന്നുമല്ല ലൈഫ്. ഓക്കെ, ഇത് കാണുന്ന നിങ്ങൾ ആളുകൾ വീഡിയോ ഇടുന്ന ലൈഫൊന്നുമല്ല ഫിൻലാൻഡിൽ. ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, അത്രയ്ക്ക് വലിയ ശമ്പളം ഇവിടെ കിട്ടുന്നില്ല ആളുകൾ. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യമാണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു 90% പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതായത് വണ്ടി ആക്സിഡന്റ്, അതുപോലെ നാട്ടിലിപ്പോ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഞാൻ കളിയാക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യമാണ് ഇന്ത്യ. ഞാൻ അവിടുത്തെ ഇന്ത്യക്കാരനാണ്. എനിക്ക് ഇന്ത്യയിൽ താമസിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഒരുപാട് പ്രോബ്ലംസ് ആണ് അവിടെ, മനസ്സിലായി, കുറെ കറക്ഷൻസ്. അപ്പോൾ ഇവിടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടം എന്ന് പറയല്ല, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണത്. പക്ഷെ വളരെ സേഫാണ്, കുട്ടികൾ സേഫ് അല്ലേ? സൈക്കിളിമേ പോവാ ചെയ്യാനൊക്കെ. ഇതെന്തത് ഇങ്ങനെട്ടാണ് മരിയത്. സൈക്കിളിമേണ പോകുന്ന എൻ്റെ മോൻ അല്ലേ? അവിടെ നാട്ടില് ഇത്രയും ചെറിയ കുട്ടീനെ നിങ്ങൾക്ക് സൈക്കിളിൽ വിടാൻ പറ്റുമോ? അപ്പൊ അതൊക്കെയാണ് ഇവിടെ കുറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇനിയും ഞാൻ വീഡിയോയിൽ വരാം, കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അതായത് പോസിറ്റീവ് കാര്യങ്ങൾ കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അത് നെഗറ്റീവ് കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാൻ ഇനിയും വീഡിയോ വരാം. ഓക്കെ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ, സീ യു. ബൈ.